കേരളത്തിലെ സഹകരണ ബാങ്കുകൾ വഴിയുള്ള ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ അവസാനിപ്പിക്കുന്നു. പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പുതിയ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇനി മുതൽ ദേശസത്കൃത ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമായിരിക്കും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. എന്തുകൊണ്ടാണ് പെൻഷൻ വിതരണത്തിൽ ഇങ്ങനെ ഒരു മാറ്റം? ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന 2016 മുതൽ ക്ഷേമ പെൻഷൻ വിതരണം നടന്നിരുന്നത് സഹകരണ ബാങ്കുകൾ വഴിയായിരുന്നു. കളക്ഷൻ ഏജന്റുമാർ നേരിട്ട് വീടുകളിലെത്തി പെൻഷൻ കൈമാറുന്നതായിരുന്നു രീതി. എന്നാൽ ഈ സംവിധാനത്തിൽ ചില പ്രധാന പ്രശ്നങ്ങൾ ഉള്ളതായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമതായി, സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ചെലവ് വളരെ കൂടുതലാണ്. വിതരണം നടത്തുന്ന സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ വലിയ തുക ഇൻസെന്റീവ് നൽകേണ്ടതുണ്ട്. രണ്ടാമതായി, സഹകരണ സംഘങ്ങൾക്ക് പണം കൈമാറിയാൽ 10 ദിവസത്തിനകം അതിൻ്റെ വിവരങ്ങൾ സർക്കാരിനെ അറിയിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ പല സൊസൈറ്റികളും തിരിച്ചടവ് വിവരങ്ങളും വിതരണ കണക്കുകളും കൃത്യമായി രേഖപ്പെടുത്തുന്നില്ലെന്നും ഈ നിർദ്ദേശങ്ങൾ പാലിക്കാറില്ലെന്നും ഉത്തരവിലുണ്ട്. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെ കത്തുകൂടി പരിശോധിച്ച ശേഷമാണ് സർക്കാർ ഈ നിർണായകമായ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇനി മുതൽ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച ദേശസത്കൃത ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമായിരിക്കും പെൻഷൻ വിതരണം. ഒഴിവാക്കാനാവാത്ത ചില പ്രത്യേക ഗുണഭോക്താക്കൾക്ക് മാത്രം പണം നേരിട്ട് നൽകുന്നത് പരിഗണിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാങ്ക് വഴി പണം നൽകുകയാണെങ്കിൽ അർഹരായ ആളുകൾക്ക് തന്നെ കൃത്യമായി പണം എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയുമെന്നതും ഇതിലൂടെ സർക്കാരിന് ലക്ഷ്യമിടാം. കൂടാതെ ഇൻസെന്റീവ് ഇനത്തിൽ നൽകിയിരുന്ന തുക ലാഭിക്കാനും ഈ പുതിയ തീരുമാനത്തിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഈ പുതിയ തീരുമാനം പെൻഷൻ അർഹരായ സാധാരണക്കാരായ ജനങ്ങളെ 2 രീതിയിലാണ് സ്വാധീനിക്കുന്നത്. പ്രായക്കൂടുതലുള്ള ആളുകൾക്ക് പണം നേരിട്ട് കയ്യിലെത്തുന്നതായിരുന്നു ഏറെ സൗകര്യപ്രദം. അക്കൗണ്ടിൽ പണം വന്നോ എന്ന് പരിശോധിക്കാൻ ഇവരിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഇത് ബാങ്കുകളിൽ നേരിട്ടെത്തി പണം വന്നോ എന്ന് അന്വേഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയേക്കാം. അതേസമയം സുതാര്യത ഉറപ്പാക്കാനും കൃത്യസമയത്ത് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുകയെത്താനും ഈ പുതിയ തീരുമാനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.